ഈ നമ്മുടെ ഭരണസിരാകേന്ദ്രമായ സെക്രട്ടേറിയറ്റിനെ കാർന്നു തിന്നുന്ന രോഗം പലതാണ്. പ്രത്യേകിച്ച് ഈ ബ്യൂറോക്രസിയിൽ നടക്കുന്നത്. അവിടെ പരസ്പരം ഈ ചേരിതിരിഞ്ഞുള്ള ഒരു വൻ പോരാട്ടമാണ് കുറെ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വീണ്ടും ഈ എൻ പ്രശാന്ത് രംഗത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തെ കുറെ പുഴുക്കുത്തുകളല്ലേ നമുക്ക് കാണാൻ കഴിയുന്നത്? നമ്മുടെ ബ്യൂറോക്രസിയിലെ കുറച്ചു കാലമായിട്ട് നമ്മുടെ ബ്യൂറോക്രസി അതിൻ്റെ ക്വാളിറ്റി വൈസ് ആയിട്ട് ഒരുപാട് താഴെ പോയി എന്നുള്ളതാണ് വാസ്തവം. നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ചിലപ്പോൾ താമസങ്ങളൊക്കെ വന്നാൽ പോലും സെക്രട്ടറി ഉദ്യോഗസ്ഥന്മാരെ അഴിമതിക്കാരാണ് എന്നൊരു പരാതി പൊതുവേ നമ്മൾ കേട്ടിട്ടില്ല. പക്ഷേ ഫയലുകൾ വെച്ച് താമസിപ്പിക്കുക, അതിൽ ഗൗരവം കാണാതിരിക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയലിൽ നോട്ട് എഴുതി കളിക്കുക. അതിനകത്തൊരു ഫയലിൽ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു ജീവിതമാണ് ഒരു ഫയല്. പക്ഷേ വളരെ ലാഘവത്തോടെ ഫയൽ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ സെക്രട്ടറിയിലുണ്ട്. കുറച്ചു കാലം മുമ്പ് ഒരുപക്ഷെ അങ്ങോട്ട് സത്യപ്പെട്ട് കാണും. സെക്രട്ടറിയിലെ ഫയലുകൾ അവിടുത്തെ ഒരു വാച്ചറോ ആരണ്ടൊരാള് തൂക്കി പേപ്പർ കച്ചവടക്കാരന് കൊടുത്തിട്ട് കാശ് വാങ്ങിച്ച് കള്ളു കുടിച്ച കുറെ കാലം മുമ്പ് കേട്ടതാണ്. അപ്പോൾ ആ ഫയൽ ഇവിടെ പോയി ആരുടെ കയ്യിലാണ് എന്താണ് എന്നൊന്നും നമുക്കറിയുന്നില്ല. അപ്പം നമ്മുടെ ഒരു ജനാധിപത്യത്തെ, അതുകൊണ്ടാണ് ഒരിക്കല് പിന്നെ ആർ സുഗതൻ പറഞ്ഞത് ഈ സെക്രട്ടേറിയറ്റ് ഇടിച്ച് നിരത്തിയിട്ട് അവിടെ ചുരുതണം നടണം. സത്യമാണ്. ഇപ്പൊ തന്നെ സെക്രട്ടറി ചുരുതണമാവുള്ളത് ഓരോ ഫയലിന്റെ പിന്നിലാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ജനങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് വളരെ വളരെ അകന്നുപോയി. ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള ആനുകൂല്യം നിർത്തിയാൽ ജനങ്ങള് ഗവൺമെന്റിനോടൊപ്പം നിൽക്കും. അത്തരത്തിലായിപ്പോയി. ജനങ്ങളോട് അത്ര വെറുപ്പായിപ്പോയി ഈ ഉദ്യോഗസ്ഥന്മാരുടെ കേരളത്തിലെ ജനങ്ങൾക്ക്. കാരണം ജനങ്ങളെ ചൂഷണം ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ സെക്രട്ടറിയേറ്റ് ഈ അടുത്ത സമയത്തായിട്ട് അങ്ങ് പറഞ്ഞ ഈ പ്രശ്നം, എൻ പ്രശാന്ത് എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥനെ ബലിയാടാക്കാൻ നടത്തുന്ന ശ്രമമാണ്. അതിലെ മുഖ്യ സ്ഥാനത്ത് നിൽക്കുന്നത് അടുത്ത ചീഫ് സെക്രട്ടറി ആകേണ്ടി വരുന്ന ജ്യോതിലാൽ. അദ്ദേഹമാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഇത് വല്ലാത്തൊരു പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പ്രശാന്തിനെ പ്രതിക്കൂട്ടിലാക്കാൻ ജ്യോതിലാൽ മാത്രമല്ല ശ്രമിക്കുന്നത്. അതിൻ്റെ പിന്നിൽ മാതൃഭൂമി എന്ന് പറയുന്നൊരു പത്രമുണ്ട്. മാതൃഭൂമിക്ക് എന്ത് താല്പര്യമാണ് ജ്യോതിലാലും എൻ പ്രശാന്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ? എന്ത് താല്പര്യമാണ് അതിനകത്ത്? ആരുടെ താല്പര്യമാണ് അത്? പിന്നെ പി വി ഗംഗാധരൻ്റെ താല്പര്യമാണോ? അതോ ശ്രേയാംസ് കുമാറിൻ്റെ താല്പര്യമാണോ? അതോ അല്ല വേറെ ഏതെങ്കിലും താല്പര്യം എന്താന്നുള്ള കാര്യം നമ്മൾ അറിയും. അത് നാളെ സോഷ്യൽ മീഡിയ ഉള്ളപ്പോൾ അത് പറയുകയും ചെയ്യും. അത് വേറെ കാര്യം. എങ്കിൽ പോലും ഇതിനകത്ത് താല്പര്യമുണ്ട്. കാരണം മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ, പ്രശാന്തിനെതിരെ എഡിറ്റോറിയൽ എഴുതി മാതൃഭൂമി നിരന്തരമായി വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊരു നാണംകെട്ട പത്രമായത്! ഒരു ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാനായിട്ട് ഒരു പത്രം, അതായത് ദേശീയതയുടെ പാരമ്പര്യമുള്ള ഒരു പത്രം, ഒരു മഞ്ഞപ്പത്രത്തിന്റെ ലെവലിലേക്ക് അധപ്പതിച്ചില്ലേ? ഇവർക്ക് ഇത് നിർത്തിയിട്ട് വേറെ വല്ല കച്ചവടത്തിന് ഇറങ്ങിയപ്പോലെ. എന്ത് തനിനിറത്തിന് പകരം ഒരു പത്രമായിട്ട് മാറുകയാണ് മാതൃഭൂമി? അല്ലെങ്കിൽ ഇതിനാണ് ഈ ഒരു ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാനായിട്ട് ഇവരിറങ്ങുന്നത്? എന്തിന് എഡിറ്റോറിയൽ എഴുതുന്നു? എഡിറ്റോറിയൽ എഴുതത്തക്ക വിധത്തിൽ എന്ത് പ്രാധാന്യമാണ് ജ്യോതിലാലും പ്രശാന്തുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ? എന്നിട്ട് പ്രശാന്തിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയും? അതാണ് ഏറ്റവും വലിയ രസം. പ്രശാന്തിനെ ഷോക്കോസ് നോട്ടീസ് കൊടുത്ത് എക്സ്പ്ലനേഷൻ ചോദിച്ച് ചീഫ് സെക്രട്ടറി വീട്ടിലായിരിക്കുകയാണ്. കാരണം ചീഫ് സെക്രട്ടറിയുടെ പ്രശാന്ത് ആവശ്യപ്പെട്ടത്, ചീഫ് സെക്രട്ടറി ആവശ്യപ്പെട്ട വിവരങ്ങൾ അദ്ദേഹത്തിന് എഴുതണമെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷൻ അനുസരിച്ച് അദ്ദേഹത്തിന് ചില വിവരങ്ങൾ കൊടുക്കണം. അത് കൊടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. ഫയലൊന്നും അദ്ദേഹത്തിൻ്റെ ഇല്ലല്ലോ. ഫയൽ വെച്ച് താമസിപ്പിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ശരി, ചീഫ് സെക്രട്ടറിക്ക് അത് കൊടുക്കാൻ കഴിയാതെ വന്നു. മുൻ ചീഫ് സെക്രട്ടറി വേണുവിൻ്റെ ഭാര്യയാണ് ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ. അവർ നല്ല ഓഫീസറാണ്, നല്ല പേരെടുത്തൊരു ഓഫീസറാണ്. പക്ഷേ റിട്ടയർമെൻറ്റിൻ്റെ വക്കിലെത്തിയപ്പോൾ ഈ ഒരു ഗതികേടിൽ അവർ ചെന്ന് ചാടിയത് സത്യത്തിന് സഹതാപമാണ് തോന്നുന്നത്. കാരണം ഉദ്യോഗസ്ഥന്മാരെ അവർ ചുറ്റും നിൽക്കുന്ന ആളുകളോ അവരുടെ വാതിൽക്കൽ നിന്ന് സല്യൂട്ട് ചെയ്യുന്ന ഡഫേദാരോ അല്ല വിലയിരുത്തേണ്ടത്, പബ്ലിക്കാണ് വിലയിരുത്തേണ്ടത്. ഓരോ ഉദ്യോഗസ്ഥനെയും കേരളത്തിലെ പൊതുസമൂഹമാണ് വിലയിരുത്തേണ്ടത്. അതുകൊണ്ടാണ് ചില കളക്ടർമാരെ ജനങ്ങൾ അംഗീകരിക്കുന്നതും ചില കളക്ടർമാരെ അവഗണിക്കുന്നതും പുച്ഛിക്കുന്നതും. അപ്പം കളക്ടറാണെന്നൊന്നും പറഞ്ഞൊരു അംഗീകാരമൊന്നും കേരളത്തിൽ കിട്ടത്തില്ല. കളക്ടർ ജനങ്ങൾക്ക് വേണ്ടി നിന്നാൽ, ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിന്നാൽ അത്തരം കളക്ടറെ ജനങ്ങൾ അംഗീകരിക്കും. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലയിലെ നൂഹ് എന്ന് പറയുന്നൊരു കളക്ടറുണ്ട്, പി ബി നൂഹ്. വളരെ നല്ല കളക്ടറായിരുന്നു അദ്ദേഹം. ആ കോവിഡിന്റെ ഒക്കെ സമയത്ത് ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നം പരിഹരിക്കാനായിട്ട് അത് ഏത് കസേര വന്നിരുന്നാലും
ജനങ്ങൾ അംഗീകരിക്കുന്ന ആളാണ്. ശബരിമല തീർത്ഥാടന സമയത്തൊക്കെ സന്നിധാനത്ത് വളരെ സജീവമായിട്ട് നിൽക്കുക. സജീവമായിട്ട് അപ്പൊ ഞാൻ ഒരു കളക്ടറുടെ പേര് ഓർത്തിരുന്ന് ഇപ്പൊ ആകസ്മികമായിട്ട് അങ്ങ് ചോദിച്ചപ്പോൾ ഞാൻ പറയണമെങ്കിൽ ആ കളക്ടറിന്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ടല്ലേ. അതെ. അപ്പം ഇത് ഞാൻ പറഞ്ഞു വന്നത്, ചില കളക്ടർമാര് നമ്മൾ ഓർമ്മയിൽ നിൽക്കുന്നതിന്റെ കാരണം അവർ ജനങ്ങളെ ഇഷ്ടപ്പെടുന്നതുകൊണ്ടും ജനങ്ങൾ അവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ജനങ്ങളെ കളക്ടർ ഇഷ്ടപ്പെട്ടെങ്കിലേ ജനങ്ങൾ കളക്ടറെ ഇഷ്ടപ്പെടത്തുള്ളൂ. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, പ്രശാന്ത് കോഴിക്കോട് കളക്ടറായിരുന്നു. പ്രശാന്ത് കോഴിക്കോട് കളക്ടറായിട്ട് എന്ന് കുറേ നല്ല കാര്യങ്ങൾ അവിടെ ചെയ്ത ആളാണ്. എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ വിമർശനവുമായിട്ട് ഇറങ്ങുന്ന ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, തനി കേരള സ്റ്റൈൽ. അതെ. അത്തരം കാര്യം വന്നപ്പോഴും അദ്ദേഹം അതിനെ അതിജീവിച്ച് അവിടെ തന്നെ നിന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴേ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ എൻ പ്രശാന്ത്. ഞാൻ ഒരു പ്രാവശ്യം ഈ അദ്ദേഹത്തിനെ കണ്ടിട്ടുള്ളൂ. അത് ഞാൻ കെ മാണി സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് അന്ന് സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ്റെ ന്യായമായ ഒരു കാര്യം വന്ന് പറഞ്ഞു, ചില കാര്യങ്ങളിലായിട്ട് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ഒരു അപേക്ഷ ഒന്ന് കൊണ്ട് പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്തൊന്ന് കാര്യം പറയണം. ഞാൻ ആകെപ്പാടെ 5 മിനിറ്റേ നീണ്ടു നിന്നുള്ളൂ അദ്ദേഹം ഞാനുള്ള കൂടിക്കാഴ്ച. പക്ഷെ വളരെ ക്ഷമയോടെ ഞാൻ പറഞ്ഞതെല്ലാം കേട്ട് ന്യായമായ കാര്യമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ കടലാസ് നോക്കിയിട്ടും, സാർ ഇത് വളരെ ന്യായമായ കാര്യം, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല, തീർച്ചയായിട്ടും ഞാനിത് പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞു. 2 ദിവസത്തിനകം ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വന്നത്, ഒരു സൗമ്യമായി പെരുമാറുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്ന് പരിഹരിക്കാൻ താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് അദ്ദേഹം കണ്ടത്. അതേസമയം സെക്രട്ടേറിയറ്റിൽ നിന്ന് വളരെ ധാർഷ്ട്യമുള്ള ഒരുപാട് ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ധാർഷ്ട്യത്തോടു കൂടി ജനങ്ങളുടെ മുകളിൽ തട്ടിക്കയറുന്ന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ പൊതുപ്രവർത്തകരും ഒപ്പം ഇത്തരം ചില തസ്തികളിലൊക്കെ ഇരുന്നിട്ടുള്ള ആളുകളുമാണല്ലോ. അപ്പോൾ പ്രശാന്തും ഈ ജ്യോതിലാലുമായിട്ടുള്ള ഫൈറ്റ് ഇന്ന് വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ജ്യോതിലാൽ, ഞാൻ മനസ്സിലാക്കിയെടുത്തിരിക്കുന്നുള്ള ജ്യോതിലാലിന് ഈ ഫൈറ്റിൽ നിന്ന് തലയുരിപ്പാൻ ഇത്തിരി പ്രയാസമാണ്. കാരണം ആർജവമുള്ള, അഴിമതിക്കാരനല്ലാത്ത, അതാ ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, അഴിമതിക്കാരനല്ലാത്ത ഒരു IAS-കാരനെ കുരുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഏത് ഗവൺമെന്റ് വിചാരിച്ചാലും പറ്റില്ല. അഴിമതിയില്ല, സ്വജനപക്ഷപാതമില്ല, ഏത് തസ്തികയിലിരുന്നും ജോലി ചെയ്യാൻ താൻ തയ്യാറാണ്. അങ്ങനെ ഒരാളിനെ എന്ത് ചെയ്യാൻ പറ്റും? അത്ര ഒരു ഓഫീസറാണ് B. അശോക്. അശോകിനെ കൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ കൊണ്ടിരുത്തി. അവിടുന്ന് ഈ ഇലക്ട്രിസിറ്റിയിലെ കുറെ ആളുകളുണ്ടല്ലോ, നമ്മുടെ ട്രേഡ് യൂണിയൻ നേതാക്കന്മാര്, അവര് പഠിച്ച പണി 18 നോക്കിയില്ലേ, കൊല്ലുമെന്ന് പറഞ്ഞു, തിന്നുമെന്ന് പറഞ്ഞു. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, B. അശോകിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ, നോവുവിന്റെ പേര് നമ്മൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ, പ്രശാന്തിനെ നമ്മൾ ഓർത്തിരിക്കുന്നുവെങ്കിൽ, ഇവരെ ക്രൂശിക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാക്ഷസന്മാരെയും നമ്മൾ വിമർശിക്കും. അതാണ് മാതൃഭൂമി ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്യുന്നത്. ഇപ്പൊ തന്നെ സെക്രട്ടേറിയറ്റിൽ അങ്ങൊന്ന് പരിശോധിച്ച് നോക്കണം. നമ്മുടെ സെക്രട്ടറിമാരിലെ എല്ലാ മാസവും കേരള ലോട്ടറിയുടെ ബമ്പർ ലോട്ടറി അടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്, മഹാഭാഗ്യവാൻ. ഞാൻ കേരളത്തിൽ ഏറ്റവും ഭാഗ്യവാൻ, ഈ ലോട്ടറി 1ാം സമ്മാനം കിട്ടുന്നല്ല, KM അബ്രഹാമാണ് ഞാൻ കണ്ടിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അദ്ദേഹത്തിന് പെൻഷനുണ്ട്, സകല ആനുകൂല്യങ്ങളുണ്ട്, 4-5 ഔദ്യോഗിക കാറുണ്ട്, എത്രയോ ഭയങ്കര ശമ്പളമാണ്. പേരൊരിക്കൽ കൂടി KM എബ്രഹാം ചീഫ് സെക്രട്ടറി ഇരുന്ന ആളാണ്. അദ്ദേഹമാണ് മാസം അദ്ദേഹത്തിന്റെ ശമ്പളം ആനുകൂല്യങ്ങളെല്ലാം അങ്ങേക്കറിയാവും. ഞാൻ ചോദിക്കുന്നത്, ഈ KM എബ്രഹാം റിട്ടയർ ചെയ്തില്ലേ? അദ്ദേഹം വീട്ടിൽ പോയിരിക്കട്ടെ. അല്ല, അങ്ങനെ IAS-ലും IPS-ലും റിട്ടയർ ചെയ്തവർ ഒരുപാട് പേരും ഇപ്പോഴും ഓരോ ഇടങ്ങളിൽ വളരെ സുരക്ഷിതമായിട്ടിരിക്കുകയാണ്. അവരിൽ എത്ര പേര് കഴിവുള്ളവരുണ്ട്, എത്ര പേര് ജനകീയരായിട്ടുള്ളവരുണ്ട്, ജനങ്ങളെ സേവിക്കാൻ താല്പര്യത്തിലാണെന്നോ KM എബ്രഹാം നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, സമാശ്വാസ സമ്മാനം പറഞ്ഞുണ്ടല്ലോ, അത് കിട്ടുന്ന ഒരാളാണ് VP ജോയി, അദ്ദേഹത്തിനും കിട്ടുന്നുണ്ട്. ഇവരൊക്കെ സെക്രട്ടേറിയറ്റ് ഇരുന്ന് ഒഴിഞ്ഞു പോയില്ലേ? ഇനി പിന്നെ എന്തിന് ജനങ്ങൾ തലയിലൊട്ട് ഇതുങ്ങളെയൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു? ഇവര് പിന്നെയും ഈ സംസ്ഥാന ഖജനാവ് ദുർവിനിയോഗം ചെയ്യാൻ എന്തിന് ഇവർക്ക് വിട്ടുകൊടുക്കുന്നു? ഇവരില്ലെങ്കിൽ വല്ല പഴവും പറ്റുമോ? KM എബ്രഹാം റിട്ടയർ ചെയ്ത് അടുത്തുകൊണ്ട് പറ്റിയങ്ങ് പോയാൽ കേരളം അറബിക്കടലിൽ പോവില്ലല്ലോ. എന്തിനീ വലിയ ശമ്പളം കൊടുത്ത് ഇത്തരം ആളുകളെ നമ്മൾ പോറ്റുന്നു? ഇത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ടതാണ്. ഈ ഗവൺമെന്റ് അല്ല, വരുന്ന ഗവൺമെന്റ് ആയാലും ഈ റിട്ടയർ ചെയ്തൊഴിഞ്ഞ ആത്മാക്കളെ ഒഴിച്ചു വിടുന്നതായിരിക്കും നല്ലത്. ഇതൊക്കെ ഭരണ ചെലവ് കുറയ്ക്കണമെങ്കിൽ ഇത്തരം ചില അനിവാര്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം വെച്ചാൽ, ഇങ്ങനെ രാജ്യം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ പോകുമ്പോൾ, ജനവിരുദ്ധരായ ഉദ്യോഗസ്ഥന്മാരെ പല രംഗത്തും പിടിമുറുക്കുമ്പോൾ, ജനകീയരായ ഉദ്യോഗസ്ഥന്മാർക്ക്, കാര്യക്ഷമമായി ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പ്രശാന്ത് ജോലി ചെയ്തിരുന്നത് ഇദ്ദേഹത്തിനോടാണ്, പട്ടികജാതി പട്ടികവകുപ്പ് മന്ത്രി രാധാകൃഷ്ണനോടൊപ്പം വളരെ കംഫർട്ടബിൾ അദ്ദേഹം ജോലി ചെയ്തു.
വളരെ കംഫർട്ടബിൾ ആയിട്ട് ജോലി ചെയ്തു. കാരണം അദ്ദേഹത്തിന് ഒരു അസൗകര്യം ഉണ്ടാക്കിയില്ല. മന്ത്രി എന്ത് ആഗ്രഹിക്കുന്നു, എന്ത് ക്ഷേമം നടത്താൻ ആഗ്രഹിക്കുന്നു, ആ ക്ഷേമം നടത്താനായിട്ട് അദ്ദേഹം ആ ഫയലുകൾ വളരെ വേഗം ചെയ്ത് ഒട്ടേറെ ആശയങ്ങൾ ആ രംഗത്ത് കൊണ്ടുവന്നു. അപ്പൊ അത്തരം ആളുകളെ ക്രൂശിക്കാൻ ഒരു പത്രവും കുറെ കാശും കയ്യിലുണ്ട് എന്ന് പറഞ്ഞിറങ്ങിയാൽ അത് പണ്ട് കേരളത്തിൽ നടക്കുമായിരുന്നു. പത്രക്കാർ വിചാരിച്ചാൽ, മനോരമയും മാതൃഭൂമിയും ഒക്കെ വിചാരിച്ചാൽ പണ്ട് ആളുകളെ ക്രൂശിക്കാൻ വളരെ എളുപ്പമായിരുന്നു. മനോരമ ക്രൂശിച്ചാണല്ലോ കെ കരുണാകരനെ ചാരക്കേസ്, അങ്ങനത്തെ കേസ് ഉണ്ടായിരുന്നു. മനോരമ കൊണ്ടുവന്നൊരു കേസല്ലേ ഈ ചാരക്കേസ്. മനോരമയുടെ ബന്ധുവാണ് കെ എം എബ്രാഹിം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ നല്ല ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കാനുള്ള ചുമതല ഗവൺമെന്റിനുണ്ട്. അത് ഗവൺമെന്റിനാണ് സൽപ്പേരുണ്ടാക്കുന്നത്. നല്ലൊരു ഉദ്യോഗസ്ഥൻ്റെ ഒരു മന്ത്രിയെ സഹായിക്കാനുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്റെ പേരല്ല നമ്മൾ അറിയുന്നത്, മറിച്ച് മന്ത്രിയുടെ പേരാണ് അറിയുന്നത്. നല്ല ഉദ്യോഗസ്ഥന്മാരെ പ്രോത്സാഹിപ്പിച്ച് അവരെ സംരക്ഷിച്ച് തൻ്റെ വകുപ്പിലൂടെ ജനക്ഷേമകരമായ നടപടികൾ സ്വീകരിക്കാനാണ് ഗവൺമെന്റുകളും മന്ത്രിമാരും തീരുമാനിക്കേണ്ടത്. എങ്കിൽ മാത്രമേ നമ്മുടെ ജനാധിപത്യം ഫലപ്രദമാവത്തുള്ളൂ. ജനാധിപത്യം ഉദാത്തമായൊരു സങ്കല്പമാണ്. ആ ഉദാത്തമായ സങ്കല്പത്തിൽ ഓരോരുത്തർക്കും അതിൻ്റെ സ്പേസ് ഉണ്ട്. അതിനകത്ത് ഭരണാധികാരിക്കൊരു സ്പേസ് ഉണ്ട്, ഉദ്യോഗസ്ഥന്മാർക്കൊരു സ്പേസ് ഉണ്ട്, ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പത്രങ്ങൾക്ക് വലിയ സ്പേസ് ഉണ്ട്. അപ്പം ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും മാത്രമല്ല, ഈ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന പത്രത്തിനും വലിയൊരു പങ്കുണ്ട്. ആ പങ്ക് വിസ്മരിച്ച് വളരെ ഗൂഢമായ ലക്ഷ്യത്തോടുകൂടി സ്വാർത്ഥ താല്പര്യത്തോടുകൂടി കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരെ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കുന്ന ചില പത്രമാധ്യമങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, സോഷ്യൽ മീഡിയയുടെ സജീവമാണ്. സോഷ്യൽ മീഡിയ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുക തന്നെ ചെയ്യും എന്ന് മലയാള മനോരമയും മാതൃഭൂമിയും മനസ്സിലാക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇവരുടെയൊക്കെ പത്രാധിപന്മാരും പത്രസ്ഥാപനങ്ങളും ഇവരുടെ കൂലി എഴുത്തുകാരും ഒക്കെ അധികം താമസിയാതെ ഒരു ജനകീയ വിചാരണയ്ക്ക് വിധേയരായി അപ്രസക്തരായി മാറും എന്നുള്ള കാര്യത്തിൽ അവർ തർക്കമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.